ഒറ്റപ്പാലം തൃക്കങ്ങോട് കാളിയാർ മഠത്തിന്റെ കൈത്താങ്ങിൽ രോഗത്തോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് ചോറോട്ടൂർ മുല്ലക്കൽ വീട്ടിൽ 40-കാരനായ പ്രതീഷ്. ഓട്ടോ ഡ്രൈവറായ പ്രതീഷിനെ കടുത്ത ശ്വാസം മുട്ടൽ തളർത്തിയതോടെ കുടുംബത്തിന്റെ ഉപജീവന വഴി മുടങ്ങുകയായിരുന്നു. രോഗദുരിതങ്ങൾ തളർത്തിയ പ്രതീഷിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട തൃക്കങ്ങോട് കാളിയാർ മഠം ശ്രീ മൂലസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്ര ട്രസ്റ്റ് സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. കാളിയാർ മഠം കാരുണ്യസ്പർശം ജീവകാരുണ്യ പദ്ധതി പ്രകാരം പ്രതീഷിന്റെ വീട്ടിലെത്തി കാളിയാർ മഠം സാമ്പത്തിക സഹായം കൈമാറി. മക്കൾക്ക് പഠന സഹായവും ഉറപ്പു നൽകി. അദ്ദേഹത്തിന് 3 മാസമായിട്ട് ശരിക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓട്ടോറിക്ഷ അദ്ദേഹം ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പലപ്പോഴും ശ്വാസം മുട്ടുന്ന പ്രശ്നങ്ങൾ. ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഇതുവരെയ്ക്ക് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്യൂബർക്കുലോസിസ് ഗ്ലാസ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ചെറുതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം മരുന്ന് കൊടുക്കുന്നത് അദ്ദേഹം 3 മാസം പറഞ്ഞ് റെസ്റ്റ് 2 മാസം ക്ലിയർ ആയിട്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു ഓട്ടോ ഓടിക്കണമെങ്കിൽ പോവാം, അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണ്ട, തൽക്കാലം 2 മാസം ഡോക്ടർ പറയുന്ന പോലെ വിശ്രമിക്കുക. അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ കാളിയാർ ക്ഷേത്ര ട്രസ്റ്റ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കാം. കാളിയാർ മഠത്തിന്റെ കാരുണ്യത്തോട് കൈകൂപ്പിയാണ് പ്രതീഷും കുട്ടികളും അമ്മയുമടങ്ങുന്ന ഈ നിർധന കുടുംബം നന്ദി പറഞ്ഞത്. രോഗത്തെ അതിജീവിക്കും വരെ കൂടെയുണ്ടാകുമെന്ന വാക്ക് നൽകിയാണ് കാളിയാർ മഠം മഠാധിപതി കൃഷ്ണൻ കാളിയാർ പ്രതീഷിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചത്. സ്വാമി വിഷ്ണുമായയ്ക്കും പ്രാർത്ഥനയോടെ നന്ദി പറയാനും പ്രതീഷും കുടുംബവും മറന്നില്ല.